നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അവസ്ഥ? വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നുള്ള ചോദ്യം അതിപ്പോഴും ഉത്തരം കിട്ടാതെ നീണ്ടുപോവുകയാണ്. ഇപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചും യുക്രൈനും പ്രതിരോധിക്കുന്നുണ്ട്, യുക്രൈനും തിരിച്ചടി നൽകുന്നുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ആയുധങ്ങൾ റഷ്യയുടെ ആയുധ കലവറയിൽ ഉള്ളതായി റിപ്പോർട്ടുകൾ. മുൻപും റഷ്യയുടെ ആയുധക്കരുത്തിനെ കുറിച്ച് പല വിദഗ്ധരും യുദ്ധവിദഗ്ധരടക്കം റിപ്പോർട്ടുകൾ പഠനങ്ങൾ നടത്തി പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾക്ക്, മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള ആഴത്തിൽ ആക്രമണവും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും റഷ്യയുടെ നിലവറയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായി വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഇറക്കുമതി വലിയ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വളരെ കരുത്തുറ്റ ആയുധങ്ങളാണ് റഷ്യയുടെ കൈവശമുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പുതിയ മറ്റുള്ള രാജ്യങ്ങളെ, തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും റഷ്യ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ കയ്യിലാണ് ഇതിന്റെ എല്ലാം തന്നെ താക്കോൽ. ഒരുപക്ഷെ ഒരു ബട്ടൺ അമർത്തിയാൽ ലണ്ടൻ മുതൽ ന്യൂയോർക്ക് വരെയുള്ള നഗരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തരിശുഭൂമിയായി മാറിയേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതായത് അത്രയും മാരകമായിട്ടുള്ള ശേഷിയുള്ള ആയുധങ്ങളാണ് പുടിന്റെ കൈവിരൽ തുമ്പത്ത് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിനായി വൻ ആയുധ ശേഖരം പുടിൻ ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യയിലെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇതിനായി വലിയ തോതിലുള്ള ഗവേഷണങ്ങളും ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. സയൻസ് ഫിക്ഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവയുടെ പ്രവർത്തന രീതി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ലോകത്തെ ഭയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ ആയുധങ്ങളുടെ ഒരു കൂട്ടം അവർ നിർമ്മിക്കുകയാണ്. എന്നാൽ ഇവ വെറും ബോംബുകളും മിസൈലുകളുമല്ല എന്നതാണ് ഇതിന്റെ സവിശേഷത. ആണവശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ, റിയാക്ടർ ഡ്രൈവൺ ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് വാഹനങ്ങൾ, ബഹിരാകാശത്തെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ശത്രു രാജ്യങ്ങൾക്ക് അവർക്ക് ഊഹിക്കാവുന്നതിലപ്പുറമുള്ള മാരകമായിട്ടുള്ള പ്രഹരശേഷി ഉണ്ടാക്കാൻ സാധിക്കുന്ന ആയുധങ്ങളാണ് റഷ്യയുടെ കൈവശമുള്ളത്. ഇവയിൽ ഏറ്റവും മാരകമായത് പോസിഡോൺ എന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ടോർപിഡോയാണ്. ഇതുപയോഗിച്ച് കടലിനടിയിൽ സ്ഫോടനം നടത്തിയാൽ പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലെയും തീരദേശ നഗരങ്ങളിലും നാവിക താവളങ്ങളിലും അണുവികിരണമുണ്ടായ കടൽ ജലം വലിയ തോതിൽ ഇരച്ചു കയറും. പല രാജ്യങ്ങളെ നശിപ്പിക്കാൻ ഇതുപോലെ ഒരു സംവിധാനം ഇതുവരെ മറ്റാരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പുടിൻ പ്രഖ്യാപിച്ചത്. പരസ്പരം ആക്രമിക്കാതിരിക്കാൻ പല രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഉടമ്പടികൾ പലതും കാലഹരണപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ സൈനിക സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്ന ആശയവിനിമയ സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. റഷ്യ നിലവിൽ യുക്രൈനുമായി യുദ്ധം തുടരുകയാണ്. പാശ്ചാത്യ ലോകത്തെ സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും വ്യക്തമായി പറയുന്ന കാര്യം 1962 മുതൽ ഇതുവരെയുള്ള ഏതൊരു ഘട്ടത്തെക്കാളും ലോകം ആണവ ദുരന്തത്തോട് അടുത്തിരിക്കുന്നു എന്നാണ്. റഷ്യ നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഈ ആയുധ സംവിധാനങ്ങൾ അവർ ഇപ്പോഴും പരീക്ഷണ വിധേയമാക്കുകയാണ്. പോസിഡോൺ ഒരു ചെറിയ അന്തർവാഹിനിയുടെ വലിപ്പമുള്ള ഒരു ആണവശക്തിയുള്ള ആണവ വാഹക ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണാണ്. ശത്രു തീരപ്രദേശങ്ങൾക്ക് സമീപം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് സംവിധാനത്തിൽ ആയിരക്കണക്കിന് മൈലുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ ഇതിന് കഴിയുമെന്ന് റഷ്യൻ സ്റ്റേറ്റ് മീഡിയയും ഉദ്യോഗസ്ഥരും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു സ്ഫോടനത്തിന് വൻതോതിലുള്ള സുനാമി തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കഴിഞ്ഞ മാസം അവസാനമാണ് പുടിൻ ഇതിന്റെ പരീക്ഷണം വിജയകരമാണെന്ന് പ്രഖ്യാപിച്ചത്. റഷ്യ ഒരു അന്തർവാഹിനിയിൽ നിന്ന് അത് വിക്ഷേപിക്കുകയും പിന്നീട് അതിന് ശക്തി പകരുന്ന റിയാക്ടർ സജീവമാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പോസിഡോണിനെ ഒരു യഥാർത്ഥ അന്ത്യദിന ആയുധമായി കണക്കാക്കുമെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ ബ്രിട്ടനെ ഒന്നാകെ മുക്കിക്കളയാൻ കഴിയുമെന്നാണ് ചില ഗവേഷകർ വെളിപ്പെടുത്തിയത്. ഇത് 20 മുതൽ 24 മീറ്റർ നീളവും ഏകദേശം 2 മീറ്റർ വ്യാസവുമുള്ളതാണെന്നും പറയപ്പെടുന്നു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും റഷ്യൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുണ്ട്. ഇതിന്റെ ഇടയിലാണ് റഷ്യയുടെ ആയുധക്കരുത്തിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.
ക്രെംലിൻ വിദേശനയ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവാണ് ഇക്കാര്യം പറഞ്ഞത്. വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ യുക്രൈനെ അറിയിച്ചിരുന്നതായും ഇക്കാര്യത്തിൽ USഉം റഷ്യയും ഇപ്പോഴും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും യൂറി ഉഷാക്കോവ് പറഞ്ഞു. ഓഗസ്റ്റ് 15 പുടിനും ട്രംപും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടിയിലുണ്ടായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. യുക്രൈൻ പ്രതിസന്ധിക്ക് റഷ്യ സമാധാനപരമായ പരിഹാരം തേടുന്നതായും യൂറി ഉഷാക്കോവ് പറഞ്ഞതായി ടാസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അലാസ്കയിൽ ട്രംപും പുടിനും ചർച്ചകൾ നടത്തിയെങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ചില വിഷയങ്ങളിൽ ധാരണയുണ്ടാക്കാൻ സാധിച്ചത് മാത്രമാണ് ഉച്ചകോടിയിലെ പുരോഗതി. അലാസ്കയിലെ ധാരണകളെ അടിസ്ഥാനമാക്കി യുക്രൈൻ വിഷയം ഒത്തുതീർപ്പാക്കാൻ തങ്ങൾ സജീവമായി ചർച്ച നടത്തുകയാണ്. സമാധാനപരമായ ഒത്തുതീർപ്പ് കൈവരിക്കുന്നതിനുള്ള നല്ല മാർഗം ചർച്ചകളാണെന്നും ക്രെംലിൻ വിദേശനയ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. അലാസ്കയിലെ ധാരണകളെക്കുറിച്ച് യുക്രൈനെ അറിയിച്ചിരുന്നു. അവർക്ക് അതേക്കുറിച്ച് നന്നായി അറിയാം. അവർക്കത് ഇഷ്ടമല്ല. പല യൂറോപ്യന്മാരും അത് ഇഷ്ടമല്ല. സമാധാനപരമായ ഒത്തുതീർപ്പ് ആഗ്രഹിക്കാത്തവരും സംഘർഷം തുടരാൻ ആഗ്രഹിക്കുന്നവരും അലാസ്ക ഉച്ചകോടിയെ അനുകൂലിക്കുന്നില്ലെന്നും യൂറി ഉഷാക്കോവ് പറഞ്ഞു. അലാസ്കയിലെ ധാരണകൾ അസാധ്യവുമാണെന്ന് US പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അത് സാധാരണമാണ്. നമുക്കിഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ അലാസ്കയിലെ ധാരണകളാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്നും യൂറി ഉഷാക്കോവ് അഭിപ്രായപ്പെട്ടു. 2 ദിവസം മുമ്പും യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ചിരുന്നു റഷ്യ. വെള്ളിയാഴ്ചയായിരുന്നു പുലർച്ചെയോടെ കീവിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും റഷ്യയുടെ വ്യോമാക്രമണം നടന്നതായി യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ മേയർ പറഞ്ഞത്. നഗരത്തിലുടനീളം സ്ഫോടനങ്ങൾ കേട്ടതായും പ്രധാനമായും കീവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെന്നും മേയർ വിറ്റാലി കിച്ച്കോവ് വ്യക്തമാക്കിയിരുന്നു. തലസ്ഥാനത്തെ 10 ജില്ലകളിൽ 8ലും കെട്ടിടങ്ങൾക്ക് തീപിടുത്തമോ കേടുപാടുകളോ സംഭവിച്ചതായി മേയർ വിറ്റാലി കിച്ച്കോവ് റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലുടനീളം അടിയന്തര മെഡിക്കൽ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിൽ കുറഞ്ഞത് 11 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. ഒരു ഗർഭിണിയും അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പുരുഷനും ഉൾപ്പെടെ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യൻ സൈന്യം ഇത്തവണ ജനവാസ കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. കീവിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും നിരവധി ബഹുനില കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നഗരത്തിലെ സൈനിക ഭരണത്തിന്റെ തലവനായ ടൈമൂർ ടക്കാചുങ്കോ പറഞ്ഞു. 2022 അധിനിവേശം ആരംഭിച്ചതിനു ശേഷം മോസ്കോ യുക്രൈനിലെ ഊർജ നിലയങ്ങൾ, റെയിൽ ശൃംഖലകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കീവ് റീജിയണൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവി മൈക്കോളോ കലാഷ്നിക് പറഞ്ഞു. അതായത് വീണ്ടും അവിടെ ആക്രമണം കടുപ്പിക്കുന്നുണ്ട് റഷ്യ. ഇതിന്റെ അവസാനം എങ്ങനെയാകുമെന്നുള്ളതിനെ കുറിച്ചും മറ്റുള്ള ലോകരാജ്യങ്ങൾക്കും ഒരു വിധിയും ഇപ്പോൾ നൽകാൻ സാധിക്കുന്നില്ല. ഇരു രാജ്യങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന പല നീക്കങ്ങളിലും അല്ലെങ്കിൽ പല നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും യുക്രൈൻ അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും നീണ്ടുപോകുന്നത്. ഇതിനിടയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ബലിയാടാകുന്നത്.